നമസ്കാരം, ഞാൻ നിഷിൻ നാസർ. സെക്യാർ അക്കാഡമിയുടെ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേറ്റ് 7th of September. നമ്മൾ നോക്കുന്നത് 8th Septemberലേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് ആണ്. ആദ്യം തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. അതിനുശേഷം 4 സ്റ്റോക്ക് നാളെ വാങ്ങാൻ പറ്റിയത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ അനാലിസിസ് കൂടി നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി നോക്കിയതിന് ശേഷം നോക്കാവുന്നതാണ്. നമ്മൾ നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നേക്ക് ഒരു 0.59% മൂവ് ചെയ്തിട്ട് 116 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഡെയിലി RSI 63 നമ്മുടെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നിഫ്റ്റി ഇന്ന് കടക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു ബുള്ളിഷ് മാർക്കറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വീക്ക്ലി RSI 68 ആണ്, ഡെയിലി 63 ആണ്. അവർലി ഇപ്പോൾ നിലവിൽ ബുള്ളിഷിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ബുള്ളിഷ് ഫ്ലാഗ് ബ്രേക്കൗട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാനൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചാനൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബ്രേക്കൗട്ടും ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫ്ലാഗിൻ്റെ പോളിൻ്റെ സൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ഫിബനാസി ലെവൽസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നേക്ക് വീക്ക്ലി ക്ലോസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ സോണിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറൗണ്ട് 20,000-20,500ൻ്റെ അറൗണ്ട് നമുക്കൊരു മൂവ്മെൻറ്റ് വരും ദിവസങ്ങളിൽ നെക്സ്റ്റ് 1 or 2 വീക്സിനുള്ളിൽ നമുക്ക് ഇവിടെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, നമ്മൾ വീക്ക്ലി ക്ലോസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് സെയിം ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡെയിലി ക്ലോസിങ് മാത്രമാണ് ഒരു മൂവ്മെൻറ്റ് മുകളിലേക്കായിട്ട് നേരത്തെ ഉള്ളൊരു ലെവൽസ് ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. 1978 എന്നുള്ള ഒരു മൂവ്മെൻറ്റ് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ലെവലാണ് ഇനി ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളത്. ഈ കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ലെവൽ നമ്മുടെ ഈ 19,695 ആണ് നമ്മുടെ ഗോൾഡൻ സോൺ. അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ചെറിയ റെസിസ്റ്റൻസ് ആണ് 19,776. അത് വളരെ ചെറിയ റെസിസ്റ്റൻസ് ആണ്. ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ ഇനി അടുത്ത 1-2 ട്രേഡിംഗ് സെഷനിൽ അത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. പിന്നെ അവിടെ നിന്ന് നമുക്കൊരു നല്ലൊരു മൂവ്മെൻറ്റ് ഏകദേശം നമുക്ക് നോക്കാം എത്ര പെർസെൻറ്റേജോളം നമുക്ക് കിട്ടും എന്നുള്ളത്. ഒരു 3%, അറൗണ്ട് 4% നമുക്കൊരു മൂവ്മെൻറ്റ് നമുക്ക് 1 or 2 വീക്സിനുള്ളിൽ കടന്നിട്ട് 20,000 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബട്ട് ഈ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 19,695 or 19,650 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ലെവൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 15 മിനിറ്റ്സിൻ്റെ ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമുക്കൊരു പുൾ ബാക്കാണ് താഴത്തേക്ക് വന്നത്. ആ പുൾ ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹാമർ ഉണ്ടായതിന് ശേഷം തന്നെ നമുക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇവിടുന്ന് തന്നെ ഈ ഒരു ഹാമറിൻ്റെ മുകളിലേക്ക് ബ്രേക്കൗട്ട് ആയപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തതാണ്. നമ്മുടെ ടാർഗറ്റ് ഈ ഒരു പോർഷനായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഈ ഹൈ എന്ന് പറയുന്ന ഈ ഒരു ലെവലിലായിരുന്നു നമ്മുടെ ഒരു ടാർഗറ്റ് ലെവൽ ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് എത്തിയപ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കുകയുണ്ടായി. അതിനുശേഷം ഒരു പുൾ ബാക്ക് വീണ്ടും താഴത്തേക്ക് വന്നു. ഈ ഒരു പോർഷൻ ഇന്നലത്തെ ആ ഒരു ഓപ്പണിംഗ് റേഞ്ചിൻ്റെ അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് കയറിപ്പോയത്. അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ രാവിലത്തെ സ്ട്രാറ്റജി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രേഡ് എടുക്കുക ഉച്ചയ്ക്ക് ഒരു 1 മണിക്ക് ശേഷമാണ്. അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ ഒരു സ്ട്രാറ്റജി നമ്മളിവിടെ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടി. മാത്രമല്ല ഇന്ന് എക്സ്പയറിങ് കൂടി ആയിരുന്നു. അപ്പോൾ 0 വരുന്നത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് മുകളിലേക്ക് കിട്ടുകയുണ്ടായി. ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്തു. നമ്മുടെ 15 മിനിറ്റ്സിൻ്റെ നമ്മൾ ഫിബനാസി ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഈ ഗോൾഡൻ സോണിലാണ്. ഇവിടുന്ന് ആദ്യം മുകളിലേക്ക് പോയി നമുക്ക് നമ്മുടെ ഒരു ടാർഗറ്റിൻ്റെ ലെവലിൽ എത്തിക്കഴിഞ്ഞ ശേഷം തീരെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു വന്നത് നമ്മുടെ ഗോൾഡൻ സോണിലേക്കാണ്. ഗോൾഡൻ സോണിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഇത് അച്ചീവ് ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് ഒരു ടാർഗറ്റ് കൂടി ഇവിടെ നിലവിലുണ്ട്. അത് വരുന്ന ദിവസങ്ങളിലേക്ക് ഈ ഒരു ലെവലിലേക്ക് 19,800 എന്നുള്ള ലെവലിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ CPRൻ്റെ ഒരു ലെവൽ നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നാളെ ചിലപ്പോൾ സൈഡ് വേസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് വന്നാലും ഈ ഒരു ലെവലിലേക്ക് താഴെ റിട്ടേൺ ഈ ഒരു ഭാഗത്തേക്ക് റിട്ടേൺ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് റിട്ടേൺ വന്നിട്ട് മുകളിലേക്ക് പോകാൻ, അതുമല്ല ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് തിരിച്ച് റിട്ടേൺ ഇവിടെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ ഒരു വലിയൊരു മൂവ്മെൻറ്റും നമുക്ക് നാളെ പ്രതീക്ഷിക്കാൻ പറ്റില്ല റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ. ബട്ട് നല്ലൊരു ഗ്യാപ്പണിങ് മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു മുകളിലേക്കൊരു മൂവ്മെൻറ്റ് പോയിട്ട് ഈ ഒരു ലെവലിലേക്കും പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
ബട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും ഓപ്പൺ ഡ്രൈവ് സ്ട്രാറ്റജി നമുക്ക് ലെവലിൽ നമുക്ക് ഏത് ലെവലിൽ ഓപ്പൺ ആയാലും നമുക്ക് അതിൻ്റേതായ സ്ട്രാറ്റജീസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഓൾറെഡി സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം. ഇനി ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്ട്രാറ്റജീസ് എല്ലാം പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റാണ് നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് വീക്കിലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബുള്ളിഷാണ്. നമുക്ക് പൊസിഷണൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ 19600 ലെവലിലേക്ക് വരികയാണ്, അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൊസിഷണൽ നിഫ്റ്റി നമുക്ക് മന്ത്ലി എക്സ്പയറിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൻ്റെ എക്സ്പയറി ഒക്കെ എടുത്തിട്ട് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് അറൗണ്ട് 20,000 വരുന്ന ഒരു മൂവ്മെൻറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. അറൗണ്ട് 300 to 400 പോയിൻറ്റ്സിന് വേണ്ടി നമുക്കൊരു പൊസിഷണൽ പിക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. ബട്ട് മന്ത്ലി ആയിരിക്കണം എക്സ്പയറി, വീക്കിലി ഒന്നും എടുക്കരുത്. ഓക്കെ, ആ ലെവലിലേക്കും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ വീക്കിലി ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ഓൾറെഡി ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് അനലൈസ് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ RSI 56 ആണ്, നമ്മുടെ ബുള്ളിഷിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ വീക്കിലിയും ഏതാണ്ട് ബുള്ളിഷിൻ്റെ റൗണ്ട് ലെവലിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്, ബട്ട് എത്തിയിട്ടില്ല. ബട്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹർഷി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മിഡിൽ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മൂവ്മെൻറ്റ് ഏതാണ്ട് നിഫ്റ്റി മൂവ് ചെയ്ത അതേപോലെ തന്നെ മൂവ് ചെയ്യുണ്ടായി. രാവിലെ ഇവിടെ വന്നു നമ്മൾ നിഫ്റ്റി ട്രേഡ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് ട്രേഡ് പോയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആദ്യമേ തന്നെ അടിച്ചിരുന്നു അറൗണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡും തേർഡ് ടാർഗറ്റും ഒരുമിച്ച് അടിച്ചു. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി നാളെ ഒരു ഫർദർ മൂവ്മെൻറ്റ് ഒരു കറക്ഷൻ ഇല്ലാതെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. രണ്ടും രണ്ട് രീതിയിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ട്രേഡ് കിട്ടുന്നതല്ല. ഓക്കെ, രണ്ടും ഒരേ രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് കിട്ടുള്ളൂ. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നാളെ ഒരു കറക്ഷൻ അറൗണ്ട് ഈ 44,600 വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടാണ് പിന്നെ ഒരു മൂവ്മെൻറ്റ് പോകാനായിട്ടുള്ള ചാൻസ്. അപ്പം നാളെ ഇങ്ങനെ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി നോക്കുക, ബാങ്ക് നിഫ്റ്റി അത്ര നല്ല മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇനി നമുക്ക് സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് വരാം. ഇന്ത്യൻ ടെറൈൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കാണ് നമുക്ക് നാളത്തേക്കുള്ള ലെവലിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഡെയിലി അല്ലെങ്കിൽ വീക്കിലി നോക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു കപ്പ് ആൻഡ് ഹാൻഡിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബട്ട് നല്ലൊരു ബ്രേക്കൗട്ട് മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കറക്ഷൻ ഇവിടെ വന്നേക്കാം. അറൗണ്ട് 61 അല്ലെങ്കിൽ 62 ആ ഒരു റേഞ്ചിലേക്ക് റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ, നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് താഴത്തുനിന്ന് നമുക്ക് കറക്ഷനിൽ എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പ്രോഫിറ്റ് മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നവർ താഴെ വരികയാണെങ്കിൽ അറൗണ്ട് 60-61 ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം 10% ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് ഇസ് 24%, 80 രൂപീസിലേക്കുള്ള ടാർഗറ്റാണ് നമുക്ക് ഉള്ളത്. അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ സക്കൂമ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കാണുള്ളത്, സക്കൂമ എക്സ്പോർട്സ്. ഇതിൻ്റെ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ക നോ റെസിസ്റ്റൻസ്, നല്ലൊരു ഫാള് വന്നുകൊണ്ട് തന്നെ തിരിച്ച് മുകളിലേക്ക് നമുക്ക് റെസിസ്റ്റൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണ് 18-19 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ സെഷൻ നമുക്ക് ഇതൊരു അറൗണ്ട് 30% പ്രോഫിറ്റിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വാങ്ങുന്നവർ ആവറേജ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പെന്നി സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ആവറേജ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ബട്ട് ഈ ഒരു ലെവലിൽ നിന്ന് 18 to 19 ലെവലിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ നാളെ എന്തായാലും ഇത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഈസി ആയിട്ട് അടുത്ത ചെറിയ റെസിസ്റ്റൻസ് വരുന്നത് തന്നെ 24 അത് തന്നെ അറൗണ്ട് 30% മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എടുത്തിട്ട് 37 ആണ് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്, 57 സെക്കൻഡ് ടാർഗറ്റ് നിലവിലുള്ളത്. അടുത്തത് നോക്കാം. ടഫ് ക്രാഫ്റ്റ് എന്നുള്ള ഒരു സ്റ്റോക്കാണ്. നമുക്കറിയാം, പണ്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റോക്കാണ്. നിങ്ങൾ ഫണ്ടമെൻ്റലിയും കൂടി നോക്കുന്ന ഒരു സ്റ്റോക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റവ് ക്രാഫ്റ്റ് നല്ലൊരു പ്രിഫറൻസ് ആയിരിക്കും. ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഫെബ്രുവരി 22 ഒരു ഫാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനാണ് നമുക്കിവിടെ ബ്രേക്കൗട്ട് ആയിരിക്കുന്നത്, ഇപ്പോൾ നിലവിൽ ബ്രേക്കൗട്ട് ആയിരിക്കുന്നത്. ആ ബ്രേക്കൗട്ടിൽ നിന്ന് നമുക്കൊരു ഫർദർ മൂവ്മെൻറ്റ് 28%, പിന്നെ ഒരു 54%, പിന്നെ ഒരു 82%. ഇതൊരു 1 ഇയർ എങ്കിലും എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു തേർഡ് ടാർഗറ്റിലേക്ക് എത്തുള്ളൂ. വിത്തിൻ 1 or 2 months നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത സ്റ്റോക്ക് മോക്ഷ് ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കാണ്. ഇതും പെന്നി സ്റ്റോക്കാണ്. അപ്പോൾ പെന്നി സ്റ്റോക്ക് എടുക്കുന്നവർ ശ്രദ്ധിക്കുക, വളരെയധികം കെയർഫുൾ ആയിരിക്കണം. വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടതായിട്ടുള്ളൂ. കാരണം പെന്നി സ്റ്റോക്സിൽ വളരെയധികം
വോളറ്റിലിറ്റി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ റിട്ടേൺ തിരിച്ച് 5 റുപ്പീസിലേക്ക് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ചാനലാണ് ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഒരു സെഷനും കൂടി വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെൻറ്റും കൂടി കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ എടുക്കാം. അതിനുശേഷം നമുക്ക് 23% to 44% വരെയും പോകാനുള്ള ചാൻസ് ഉണ്ട്. പെന്നി സ്റ്റോക്കാണ്, എല്ലാവരും സൂക്ഷിക്കുക. ഈ 4 എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സക്കൂമ എക്സ്പോർട്ട് ആയിരിക്കും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ചെറിയ ക്വാണ്ടിറ്റിയാണ് എടുക്കുള്ളൂ, പെന്നി സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഇത് ഒരു ട്രേഡിംഗ് സജഷൻ അല്ല, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുക. ആരും ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു സജഷനായിട്ട് ഇത് കാണരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.